Hello everyone, welcome to my channel. Today നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിലുള്ള എക്സസൈസ് എന്താണ്? എക്സസൈസ് 1.1 ആണ്. റിയൽ നമ്പേഴ്സ് എക്സസൈസ് 1.1. ഓക്കെ, അതിൽ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമുക്കെന്നാൽ പഠിക്കാം. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് integers by applying the prime factorization. Okay, factorization method. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ തേർഡ് വണ്ണിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന്? ഏതൊക്കെയാണ് നമ്പേഴ്സ്? 12, 15 ആൻഡ് 21. ഈ മൂന്ന് നമ്പേഴ്സിനെയും LCM കാണണം. പിന്നെന്താണ് നമ്മളന്ന് കാണേണ്ടത്? നമ്മളതിനെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമ്മളതിൻ്റെ ഇത് കാണണം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ആദ്യം നമ്പർ 12 എടുക്കുക. 12നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 12നെ നമ്മളിപ്പോൾ 12 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? 12നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 12 എടുക്കുമ്പോൾ എന്ത് വരും? 6 വരും അല്ല? 2 × 6 ആർ 12. അപ്പോൾ 6നെ വീണ്ടും 2 കൊണ്ട് ഇതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3നെ നമുക്ക് വീണ്ടും 3 കൊണ്ടാക്കുമ്പോൾ എന്ത് വരും? 1 വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ? എന്താണ്? 2 × 2 × 3 × 1. അപ്പം നമുക്കത് ഇവിടെ എഴുതാം. അപ്പം 2 × 2 × 3 × 3 എന്ന് വന്നു അല്ലേ? അപ്പോൾ ഇതിന് 2 2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2² × 3 എന്ന് എഴുതാം. അടുത്ത നമ്പർ എന്താണ്? 15 ആണ്. 15 നമുക്ക് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്യുമ്പം നമ്മൾ 15 എടുക്കുകയാണ്. 15ൽ ഫാക്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 3 ആണ് അല്ലേ? അപ്പം നമ്മൾ 3 കൊണ്ട് എടുക്കുമ്പോൾ 3 × 5 ആർ 15. ഇനി 5നെ 5 കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 3 × 5 എന്ന് എഴുതാം. പിന്നെ നെക്സ്റ്റ് നമ്പർ എന്താണ്? 21 ആണ്. 21 നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ എന്താ വരിക? 21നെ ചെയ്യുമ്പം 21ൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ നോക്കുക. ഏതാണ്? 3 2 പോവില്ല. അപ്പം നെക്സ്റ്റ് 3 കൊണ്ട് പോവില്ല. 3 കൊണ്ട് പോകും. 3 × 7 ആർ 21. പിന്നെ 7 പ്രൈം നമ്പറാണ്. അപ്പം അത് കിട്ടി. അപ്പോൾ നമുക്ക് 21 നമുക്ക് എന്ത് എഴുതാം? 3 × 7 എഴുതാം. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് എന്താണ് കാണേണ്ടത്? ഫൈൻഡ് HCF അല്ലേ? അപ്പോൾ സ്റ്റെപ്പ് 2ൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 നമ്മൾ പ്രൈം നമ്പേഴ്സ് കണ്ടു. എന്താണ് കണ്ടത്? സ്റ്റെപ്പ് 1ൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു നമ്മൾ അല്ലേ? അങ്ങനെ സ്റ്റെപ്പ് 2ൽ എന്താണ് പറയുന്നത്? സ്റ്റെപ്പ് 2ൽ ഫൈൻഡ് HCF അല്ലേ? HCF കാണുന്നത്. ഇത് ഞാൻ സൈഡ് റഫ് കോളത്തിൽ എഴുതിയതാണ്. അപ്പം നമ്മൾ HCF കാണുമ്പോൾ എന്താണ്? ടേക്ക് കോമൺ പ്രൈം ഫാക്ടർ വിത്ത് ദ സ്മോളസ്റ്റ് പവർ അല്ലേ? അപ്പോൾ സ്മോളസ്റ്റ് പവർ ആയിട്ടുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ എന്തൊക്കെയാണ്? 12, 15, 21 അല്ല. 2 എല്ലാത്തിലും ഇല്ല, 3 എല്ലാത്തിലും ഉണ്ട്. അപ്പം നമുക്ക് 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ അല്ല സോറി ഇത് ആദ്യത്തെ ആണല്ലേ. 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. ഇനി അടുത്ത എന്താണ്? 1 മിനിറ്റ്. അപ്പം നമുക്ക് എന്താണ്? ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പം നെക്സ്റ്റ് പിന്നെ ഉള്ളത് 2, 5, 7 അതെല്ലാത്തിലും കോമൺ ആയിട്ടില്ല. അപ്പം നമ്മൾ HCF എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? HCF = നമുക്ക് എന്ത് വന്നു? 3 എന്ന് വന്നു. ഇനി അടുത്തത് സ്റ്റെപ്പ് 3ൽ നമുക്ക് എന്താ കാണേണ്ടത്? LCM കാണണം. സ്റ്റെപ്പ് 3 എന്താണ്? ഫൈൻഡ് LCM.
അല്ലേ? അപ്പോൾ LCM കാണണമെങ്കിൽ എന്താണ് ടേക്ക് ഹൈ പ്രൈം ഫാക്ടേഴ്സ് വിത്ത് ദ ഹയസ്റ്റ് പവറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഹയസ്റ്റ് അതായത് പ്രൈം ഫാക്ടേഴ്സ് വിത്ത് ദ ഹയസ്റ്റ് പവറിലുള്ളത് എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഇവിടെ 2ന് ഹയസ്റ്റ് പവർ ഉണ്ട് അല്ലേ? നമ്മളപ്പോൾ 2 × 2² ഉണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഉള്ളത് 3ൻ്റെ ഹയസ്റ്റ് പവർ. എല്ലാത്തിൻ്റെയും ഉള്ള നമ്പേഴ്സിൻ്റെയൊക്കെ നമ്മൾ ഹയസ്റ്റ് പവർ എടുക്കണം ഫാക്ടേഴ്സിൻ്റെ. അപ്പോൾ ഇവിടെ ഇതിൽ 2ൻ്റെത് ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 2² ആണ്. അപ്പോൾ 2² എടുത്തു. നെക്സ്റ്റ് എന്താണ്? 3 ആണ്. 3ൻ്റെത് ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ 5 ആണ്. 5 × 7 ഇങ്ങനെ കിട്ടി. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 420 എന്ന് കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് LCM = 420 എന്ന് വന്നു. അപ്പം ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ആൻസർ ഫൈനൽ ആൻസർ HCF = 3 ആൻഡ് LCM = 420 എന്ന് വന്നു. ഇതാണ് എന്തെന്ന് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്പറാണ്. എന്തെന്ന്? അടുത്ത നമ്പർ 17, 23 ആൻഡ് 29. ഇതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് കാണണം? LCM കാണണം, പിന്നെ HCF കാണണം. എന്നിട്ട് നമ്മൾ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് നമുക്കിതെല്ലാം കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റെപ്പ് 1 പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, 17 ഫസ്റ്റിലത്തെ നമ്പർ 17. 17ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 17 × 1. വേറൊരു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 17 തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 17. അടുത്ത നമ്പർ എന്താണ്? 23. 23 നമുക്ക് എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല, അതും പ്രൈം ഫാക്ടറാണ്. അപ്പോൾ അത് തന്നെ 23. നെക്സ്റ്റ് എന്താണ്? 29. 29ൻ്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതും പ്രൈം ഫാക്ടറാണല്ലോ, അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു? 29 കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കാണണം? സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 = ഫൈൻഡ് HCF. അപ്പോൾ HCF = നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് HCF എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നോ കോമൺ പ്രൈം ഫാക്ടർ ഓഫ് എക്സെപ്റ്റ് 1. അപ്പോൾ ഇതിലെല്ലാം എന്താണുള്ളത്? ഒരു കോമൺ ഫാക്ടറാണ് വേണ്ടത് എല്ലാത്തിലും. അപ്പോൾ എന്താണ്? ×1 × 1 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ 1 ആണ്. കോമൺ ഫാക്ടർ അല്ലേ നോക്കേണ്ടത്, ലോവസ്റ്റ്. അപ്പം നമുക്കതെന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡ് LCM. അപ്പം നമ്മൾ LCM കാണണം. LCM എന്ന് പറഞ്ഞാൽ ഇതിലെന്താണ്? ഇതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യേണ്ടത്. അതായത് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? ഹയസ്റ്റ് ഡിഗ്രിയിൽ. അപ്പോൾ എല്ലാത്തിലും അതേ ഉള്ളൂ, അതേ നമ്പർ തന്നെയാണുള്ളത്. അപ്പം LCM = നമുക്ക് എന്തെടുക്കുക? വേറെ ഫാക്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സെയിം നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 17 × 23 × 29 അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 11,339 കിട്ടി ഇതിൻ്റെ ആൻസർ. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താണ്? 11,339 ആണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ആൻസർ = നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തുക? ഫൈനൽ ആൻസർ എന്താണ്? HCF = 1, LCM = 11,339. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് തേർഡിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് 1 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 8, 9 ആൻഡ് 25. ഇതാണ് നമുക്ക് അടുത്തതിൽ കാണേണ്ടത്. 8, 9, 25. അപ്പോൾ
അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 1 എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അപ്പം ആദ്യത്തെ നമ്പർ എന്താണ്? 8. 8ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 × 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 ക്യൂബ്. അടുത്ത 9 × എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 അല്ലേ? അതായത് 3 സ്ക്വയർ എന്ന് വന്നു. അടുത്ത എന്താണ് നമ്പർ? 25. 25ൻ്റെ എന്താണ്? 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? 5 സ്ക്വയർ എന്ന് എടുക്കാം. ഇനി നമ്മളെ സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് HCF. ഓക്കെ. അപ്പോൾ HCF ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? HCF ഈക്വൽ ടു ഇതിൽ കോമൺ ദർ ഈസ് നോ കോമൺ ഫാക്ടർ ഓഫ് 8 9. ഇതിൽ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇതിൽ 2 3 1. അതിൽ കോമൺ ഫാക്ടർ ആയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് എന്തെടുക്കാം? 1 എന്ന് എടുക്കാം കോമൺ ഫാക്ടർ. ഇപ്പം ഇതിനോട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെയാണല്ലോ. അപ്പോൾ 1 എല്ലാത്തിലും കോമൺ ഫാക്ടറാണ്. അപ്പോൾ HCF ഈക്വൽ ടു 1 എന്ന് എടുത്ത്. ഇനി സ്റ്റെപ്പ് 2 എന്താണ് നമുക്ക് എടുക്കേണ്ടത്? ഫൈൻഡ് LCM. അപ്പം LCM എന്ന് പറയുന്നത് LCM ഈക്വൽ ടു എന്താണ്? നമുക്ക് എന്തെടുക്കാം? LCM ഈക്വൽ ടു LCM. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ 2 സ്ക്വയർ ഉണ്ട്, 3 സ്ക്വയർ, 2 ക്യൂബ് അല്ല, 2 ക്യൂബ് × 3 സ്ക്വയർ × 5 സ്ക്വയർ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ 8 × 9 × 25 അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1800 എന്ന് കിട്ടി. ഇതാണ് LCM. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? ഫൈനൽ ആൻസർ HCF is equal to 1, LCM is equal to 1800. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന്? എക്സസൈസ് 1.1 നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് given that HCF of 306,657 equal to എന്താണ്? 9 ആണ്. ഈക്വൽ ടു 9 എന്താണ്? ഈക്വൽ ടു 9. ഫൈൻഡ് LCM of 306,657. അപ്പോൾ നമുക്ക് HCF തന്നിട്ടുണ്ട്, 2 നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ LCM HCF എന്ന് പറയുന്നത് 9 ആണ്. ഇനി നമ്മൾ ഈ HCF ഈ 2 നമ്പറും വെച്ചിട്ട് നമുക്ക് LCM കാണണം. അപ്പോൾ LCM എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നമുക്ക് ഒരു ഫോർമുല അറിയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആൻസറിൽ തന്നിരിക്കുന്നത് ഗിവൺ എന്താണ്? HCF ഈക്വൽ ടു എന്താണ്? 9 തന്നിട്ടുണ്ട്. HCF ഓഫ് ദിസ് നമ്പർ, അത് HCF ഓഫ് 306,657 ഈക്വൽ ടു എന്താണ്? 9 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യണം. we need to find എന്താണ്? നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? LCM ഓഫ് 306,657. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നതാണ്, നമുക്കറിയുന്ന ഫോർമുലയാണ്. HCFും LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. അതായത് HCF എന്ന് പറഞ്ഞാൽ 9 തന്നിട്ടുണ്ട്, LCM നമുക്ക് അറിഞ്ഞൂടാ. നമ്മളപ്പോൾ എന്ത് ചെയ്തു? 9 × LCM ഈക്വൽ ടു നമുക്ക് ഈ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഏതൊക്കെയാണ് നമ്പർ? 306 × 657. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് LCM കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 ഇടുകയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ്.
multiply the numbers എന്താണ് 306 ഇൻറ്റു 657 ഈക്വൽ ടു എന്താ കിട്ടുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 201042 ഈ നമ്പർ കിട്ടും. ഇനി നമുക്ക് HCF LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF ഇൻറ്റു LCM ഈക്വൽ ടു എന്താണ്? ഈ നമ്പർ കിട്ടി നമുക്ക് LCM അറിഞ്ഞൂടാ. മറ്റേത് എന്താണ്? 9 കിട്ടിയത്. 9 ഇൻറ്റു LCM ഈക്വൽ ടു 301042 ഇങ്ങനെ വന്നു. നമുക്ക് അപ്പോൾ എന്താണ് LCM കാണണമെങ്കിൽ നമുക്ക് തന്ന പ്രോഡക്റ്റ് ഓഫ് ദിസ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെടുക്കാം? 9 എടുക്കാം. അപ്പോൾ നമുക്ക് LCM കിട്ടും. അപ്പോൾ എന്താണ് HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് മനസ്സിലായോ? HCF ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ഇൻറ്റു LCM ഈക്വൽ ടു നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് കിട്ടി. HCF ഓൾറെഡി ഗിവൺ ആണ്, തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 9 ആണെന്ന്. അപ്പോൾ 9 ഇൻറ്റു LCM ഈക്വൽ ടു ഈ പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ്. അപ്പോൾ LCM ഈക്വൽ ടു പ്രോഡക്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ഡിവൈഡ് ബൈ ഈ 9 ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ? ഡിവൈഡ് ബൈ 9 വരും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2238 എന്ന് കിട്ടി. അപ്പോൾ ഫൈനൽ LCM ഈക്വൽ ടു 22,338. ഇതാണ് എന്തെന്ന് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? HCF തന്നു, 2 നമ്പേഴ്സ് തന്നു. ആ 2 നമ്പേഴ്സിൻ്റെ HCF തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു? LCM കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം നമ്മളുടെ ഫോർമുല ഉണ്ട്. HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ HCF തന്നത് കൊണ്ട് നമ്മൾ 9 ഓൾറെഡി ഗിവൺ ആണ്. അപ്പം 9 ഇൻറ്റു LCM ഈക്വൽ ടു നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡിവിഷൻ ഇല്ല. അപ്പോൾ ഒരു നമ്പർ അപ്പുറത്തേക്ക് പോയി ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടി. ഇനി ഇതുപോലെ തന്നെ LCM ആണ് തന്നത്, HCF കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ LCM കൊണ്ട് അന്നേരം ഡിവൈഡ് ചെയ്യുക പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സിന്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സസൈസ് 1.1 കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് 5, 6, 7 3 ക്വസ്റ്റ്യനും കൂടിയുള്ള 1.1 അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നോക്കാം. ഓക്കെ, എന്നാൽ സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.